ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ എങ്ങനെ ഇതുപോലത്തെ സ്റ്റൈലിഷ് ഫോണ്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കി ഡാ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺസൊക്കെ നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ന്യൂ ഫോണ്ട് എന്ന് കാണുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഫോൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഫോണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം എനിക്കിവിടെ ഇഷ്ടമായത് ക്യൂട്ടി ബ്രൗൺ ആണ്. സോ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മളിതാ ഈ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അത് ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൺ അടിച്ച് സേവ് ചെയ്തു. ഇനി നേരെ ചെല്ലേണ്ടത് നമ്മുടെ ഇൻഷോട്ടിലേക്കാണ്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ആയതിന് ശേഷം ഞാനിവിടെ ഈവനിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത ഫോണ്ടാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഒരുപാട് ഫോൺസ് ഉണ്ട്. അതെല്ലാം ഞാൻ ആ ഫോണ്ടിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തതാണ്. എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നമുക്ക് ഇങ്ങോട്ടേക്ക് സേവ് ആക്കാനുണ്ട്. അതിനായിട്ട് ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മുടെ ഇവിടെ ഡൗൺലോഡ് ഫയലിൽ ഇത് അവൈലബിൾ ആണ്. ഈ ക്യൂട്ടി ബ്രൗൺ ആണ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തത്. നെക്സ്റ്റ് അത് അവിടെ പേസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കത് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ട് വേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേയേറെ ഫോൺസാണ് കേട്ടോ നിങ്ങൾക്ക് ഈ താഴെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കുറേ ഫോൺസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തോ അതോ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നടത്തിയോ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.